അഭിലാഷ് നമുക്ക് പോകണ്ടേ? അഭിലാഷ്, ചേവായൂർ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന നടപടി എന്താണ്? നിർമ്മല ആശുപത്രിയിൽ തന്നെ സുബ്രഹ്മണ്യൻ തുടരുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ടോ? ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് അത് മൊഴിയെടുക്കുന്നതിനായിട്ടാണോ? എന്താണ് വരുന്ന വ്യക്തത? സുജിയ ഇപ്പോൾ ആശുപത്രിയിലാണ്, നിരീക്ഷണത്തിലാണ്. ആ നടപടി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർമാർ അവിടുന്ന് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അരമണിക്കൂറിനകം തന്നെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പോലീസിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഏതായാലും നേരത്തെ തന്നെ കസ്റ്റഡി എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ സുബ്രഹ്മണ്യൻ പറഞ്ഞത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളൊന്നും തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാറില്ല, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറയുന്നത്. നിയമത്തിന്റെ വഴിയും അതോടൊപ്പം തന്നെ നിയമസാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് എൻ സുബ്രഹ്മണ്യൻ പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമസാധ്യതകൾ പരിശോധിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന് രാഷ്ട്രീയ സാധ്യതകൾ കൂടി ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വവും പരിഗണിക്കുന്നു. AICC മുതൽ DCC വരെയുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് പ്രതികരണം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്തരത്തിൽ പുലർച്ചെ വീട് വളഞ്ഞ് പോലീസ് എത്തി അവിടെ നിന്ന് ഈ കോൺഗ്രസിന്റെ പദവിയിലുള്ള ഒരാളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കൊലക്കുറ്റമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ കുറ്റമോ ചെയ്ത ഒരാളല്ല. അത്തരത്തിൽ കുറ്റത്തിലുള്ള ഒരാളെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ സമാനമായ കേസിൽ BJP നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു ചോദ്യം കൂടി ഇപ്പോൾ UDFന്റെ ഭാഗത്ത്, കോൺഗ്രസിന്റെ ഭാഗത്ത് ഉയർന്നു വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും രാഷ്ട്രീയമായി തന്നെ ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കം കോൺഗ്രസ് സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിയമപരമായി തന്നെ ഈ കാര്യങ്ങൾ എങ്ങനെ നേരിടാം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. സുബ്രഹ്മണ്യൻ പറയുന്നത് നേരത്തെ പുറത്തു വന്ന വീഡിയോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് താൻ പങ്കുവച്ചത് എന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു. AI ഫോട്ടോ പങ്കുവച്ചതിന് കലാപ ശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. FIR വിവരങ്ങൾ നോക്കുമ്പോൾ ഇതിൽ നിയമപരമായും ഒപ്പം തന്നെ രാഷ്ട്രീയമായും നേരിടാൻ തന്നെയല്ലേ കോൺഗ്രസിന്റെ തീരുമാനം? രഞ്ജിത്ത്, സുജയ, തീർച്ചയായിട്ടും നിയമപരമായി എന്ന് പറയുന്ന ഈ കേസിനെ സംബന്ധിച്ച് കേസ് വളരെ ദുർബലമായ ഒരു കേസാണെന്ന് പ്രാഥമികമായി തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ മുന്നിലുള്ളത്. കാരണം ഈ കേസിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായ കസ്റ്റഡി എന്നുള്ളത് തന്നെയാണ്, രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്നുള്ളതാണ്. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും UDFന് ഒരു വേൽക്കൈ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. മാത്രമല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി CPM തന്നെ വിലയിരുത്തുന്നത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനും സർക്കാരിനുമുള്ള ബന്ധമൊക്കെയാണ് ഇത്തരത്തിൽ വലിയ തിരിച്ചടിക്ക് കാരണമായെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ തിരിച്ചടിക്ക് കാരണമായതിൽ ഇത്തരത്തിലുള്ള ഫോട്ടോസും ചില പാട്ടുകളും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായി. ആ പാട്ടിനെതിരെ കേസ് വരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഫോട്ടോകൾ മുഖ്യമന്ത്രിയുമായി ചേർന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോസ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു ഇത് AI നിർമ്മിത വ്യാജ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ വരുന്ന ഫോട്ടോവും വ്യാജ നിർമ്മിതിയാവുകയാണ് ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റോടുകൂടി. യഥാർത്ഥത്തിൽ അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ വ്യാജ നിർമ്മിതിയാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ചേർന്ന് നിന്നിരുന്നു, അവർ ഒരുമിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അവർ ഒരുമിച്ച് കണ്ടിരുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഫോട്ടോയെ മാത്രം AI ചിത്രീകരിച്ച് ആ സാഹചര്യത്തെ മുഴുവൻ അല്ലെങ്കിൽ ആ ബന്ധത്തെ മുഴുവൻ റദ്ദ് ചെയ്ത് കളയാം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി വിചാരിച്ചത്. അതിനെ തുടർന്ന് ആ ഫോട്ടോ വ്യാജമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അന്ന് വൈകിട്ടാവുമ്പോഴേക്കും, അന്ന് രാത്രി ആവുമ്പോഴേക്കും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് തന്നെ ഇതാ കസ്റ്റഡിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദ്രുതഗതിയിലുള്ള ഈ പോലീസ് ആക്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് KPCCയുടെ തീരുമാനം. DCC പ്രസിഡന്റ് നേരിട്ട് വന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞു. അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം ഷൂട്ടപ്പ് ചെയ്തതിനെ തുടർന്ന്, അമിതമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹം രക്തസമ്മർദ്ദത്തിലുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ട്. നിരീക്ഷണം മാറുന്ന മുറയ്ക്ക് അദ്ദേഹം ആശുപത്രിയിൽ നിന്നിറങ്ങും. ഒരുപക്ഷെ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി രേഖപ്പെടുത്തി ജാമ്യം എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കേസാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ അത് ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാണിച്ച് മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞാൽ പോലീസിന് അത് സമ്മതിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അത്ര ഗുരുതരമായൊരു കേസല്ല. N സുബ്രഹ്മണ്യനെ സംബന്ധിച്ച് അദ്ദേഹം കുന്നമംഗലത്ത് താമസിക്കുകയും കോഴിക്കോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദീർഘകാലമായി കോഴിക്കോട്ട് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒളിച്ചോടേണ്ട ഒരു സാഹചര്യമില്ല. അത്തരത്തിൽ ഗൗരവമുള്ളൊരു കേസുമല്ല. പക്ഷേ ഈ കേസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതും വീട് വളഞ്ഞ കസ്റ്റഡിയിലെടുത്തതും ഒക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധിക്കുമോ
എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DCC പ്രസിഡന്റും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് അഭിജിത്തും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, KM ഷാജി ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ KC അബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്തിൽ അവിടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ആ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. അവരെ അങ്ങോട്ട് പോവുകയാണ്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇനി ഉണ്ടാവുക അവിടെ സിവിൽ സ്റ്റേഷനിൽ അല്ലെങ്കിൽ കളക്ടറേറ്റിൽ ആയിരിക്കും. അതിനുശേഷം അവർ തിരിച്ചെത്തുമെന്നുള്ളതാണ്. തിരിച്ചെത്തുന്നതുവരെ അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരും, എൻ സുബ്രഹ്മണ്യൻ ആശുപത്രിയിൽ തന്നെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസിനെ രാഷ്ട്രീയമായി നേരിടും എന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. AICCയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം ഇങ്ങനൊരു അറസ്റ്റ് നടന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും പ്രധാനമായി ആരോപണമായി ഉന്നയിക്കുന്നത്. PS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. AK അഭിലാഷുണ്ട്. AK അഭിലാഷ്, N സുബ്രഹ്മണ്യനായ കേസിൽ ഇപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? ആശുപത്രിയിൽ തുടരുകയാണോ? N സുബ്രഹ്മണ്യൻ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണുള്ളത്, നിരീക്ഷണത്തിലാണ്. അവിടുന്ന് ഡിസ്ചാർജ് ആവുന്ന ഘട്ടത്തിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക്, ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ഇവിടെ വെച്ചായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. ഇവിടെ എല്ലാം സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഇവിടെ എത്തി തുടങ്ങുന്ന ആ നിമിഷം മുതൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് രാവിലെ ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ സുബ്രഹ്മണ്യന്റെ വീട്ടിലെത്തിയാണ് അവിടുന്ന് കസ്റ്റഡി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടുന്ന് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നേരത്തെ രഞ്ജി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന ഒരു കേസാണ്. അതല്ല, അതിലപ്പുറത്തേക്ക് കോടതിയിൽ ഹാജരാക്കിയാൽ ആദ്യഘട്ടത്തിൽ തന്നെ ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. 192 അതോടൊപ്പം 120 രണ്ട് വകുപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഇത് പോലീസിന്റെ നടപടികൾ, തുടർ നടപടികൾ ചോദ്യം ചെയ്യുന്നതിനൊപ്പം എന്തൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇന്നിപ്പോൾ ഒരുപക്ഷെ സ്റ്റേഷൻ ജാമ്യം നൽകി ഇവിടുന്ന് തന്നെ വിട്ടയക്കാം. അതല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അവിടെ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് AK അഭിലാഷാണ്. ഒപ്പം PS രഞ്ജിത്തും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. N സുബ്രഹ്മണ്യൻ, കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം, ഇപ്പോൾ നിർമ്മല ആശുപത്രിയിലാണ് ഉള്ളത്. കസ്റ്റഡിയിലെടുത്ത് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴിയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.